ഹലോ കൂട്ടുകാരെ, ഇന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്, 4 പഴം എടുത്തിട്ടുണ്ട്. ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ളൊരു കണക്ക് പ്രകാരം ഉണ്ടാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തോന്നിയതാണ്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ ആദ്യം മുട്ട പുഴുങ്ങാൻ വയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ ആരുമില്ല, തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ അപാകതകളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. ഞാൻ അതിലേക്ക് എന്താ പറയുക, അടുപ്പ് കത്തിച്ചു. മുട്ട 4 തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ പഴം അതിൻ്റെ മുകളിൽ പുഴുങ്ങാനും വെച്ചു. അപ്പം അത് വെന്ത് വരട്ടെ. ചായയൊക്കെ വെച്ചു. മോള് വരാറായി സ്കൂൾ വിട്ട്. മോനും ഉണ്ട് ഇവിടെ. ചൂടാറണ്ട വെച്ചിട്ട് അവള് വരുന്ന ഏകദേശം സമയം നോക്കിയിട്ടോ ഞാൻ ചായയും ഇതൊക്കെ വെക്കുക. ചൂടാറി കഴിഞ്ഞാൽ ആർക്കും വേണ്ട. 2 പേർക്കുള്ള കട്ടൻ ചായ റെഡിയാക്കി. ബാക്കിയുള്ളത് ഞാനും കുടിക്കും. അപ്പം കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഫ്രൈ ചെയ്തിട്ട്, മുട്ട ഫ്രൈ ചെയ്യുന്നല്ലോ, അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇത് മസാലപ്പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ഇത് ഇത്തിരി എന്താ പറയുക കറിവേപ്പില പിച്ചി ഇട്ടു, ഇത് വലിയ മുളക് ഇങ്ങനെ പൊടിച്ചത്, ഇത് മുളക് പൊടി, വലിയ മുളകിൻ്റെ തന്നെ വെറുതെ ഇങ്ങനെ നമ്മൾ മിക്സിയിൽ പൊടിക്കില്ലേ അതിൻ്റെ പൊടിയും, പിന്നെ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് മുട്ട പുഴുങ്ങിയിട്ട് അതിൽ ഞാൻ മുട്ട ഇങ്ങനെ പുഴുങ്ങിയിട്ട് കീറും. അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കീറിയിട്ട് ഈ മസാല പൊത്തി വയ്ക്കും. എന്നിട്ട് ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ ഫ്രിഡ്ജിൽ, മറ്റേ ഫ്രിഡ്ജിൻ്റെ താഴെയുള്ള തട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് ലേശം എണ്ണ ഒഴിച്ചിട്ട് എന്താ പറയുക വെറുതെ ഇങ്ങനെ ഒന്ന് വഴറ്റി ഒരു 1 മിനിറ്റ് പകുതി ചെറിയൊരു തീയിൽ ഇങ്ങനെ വഴറ്റി. നല്ല ടേസ്റ്റ് ആട്ടോ. 4 മണി ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ആദ്യമായിട്ട് കഴിക്കുന്നത് എന്താ പറയുക, എൻ്റെ ആൻറ്റി എനിക്ക് ഉണ്ടാക്കുന്നത്, ഷൈബി ആൻറ്റി കേട്ടോ. അപ്പോൾ ഷൈബി ആൻറ്റിയുടെ പലഹാരമാണ് കേട്ടോ അത്. ഞാൻ ആൻറ്റിയുടെ അടുത്ത് പോയപ്പോൾ ആൻറ്റി എനിക്ക് ഒരു ദിവസം ഉണ്ടാക്കി തന്നാൽ ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലും ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ അവർ. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ്. പഴം മേടിച്ചിട്ട് വന്നു. അപ്പം എന്നാൽ കൂട്ടത്തിൽ മുട്ട ഒരുമിച്ച് എൻ്റെ അടിയിലിട്ട് പുഴുങ്ങുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ പിന്നെ 2 കാര്യം, എനിക്ക് മുട്ടയും കഴിക്കാം, അവർക്ക് പഴവും കഴിക്കാം. അങ്ങനെ വിചാരിച്ചാൽ അപ്പോൾ മുട്ട തന്നെ കഴിക്കുമ്പോൾ എന്തോ ഒരുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പഴം വെന്തുണ്ട് കേട്ടോ. അപ്പോൾ കീറി എന്താ പറയുക, എൻ്റെ തൊലി പൊളിഞ്ഞുണ്ട്. അപ്പോൾ അത് വെന്തു എന്നാണ് അതിനർത്ഥം. മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഇനി അത് കത്തി വെച്ച് കീറുക, ഇതിലേക്ക് കൊട്ടുക, തിരുമ്മി വെക്കുക. അപ്പം മുട്ട മസാലയൊക്കെ തിരുമ്മി വെച്ചു കേട്ടോ. അപ്പം മുട്ട മാഗ്നേറ്റ് ചെയ്തത് എണ്ണയിൽ പതുക്കെ ഇടുക കേട്ടോ. അത് കുത്തി തിരക്കും. അപ്പം നിങ്ങളത് എല്ലാവരും ഇതായിട്ടോ 2 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ഇതായാൽ മതി, ഒന്ന് വഴറ്റിയാൽ മതി. അപ്പം നന്നായി ഇതായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നെടുത്ത് ഞാൻ പാത്രത്തിലിട്ടു. ഇതിപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാട്ടോ ഒരു തൊലി ഉണ്ടാക്കാതെ ഒരു പൊളിക്കുമ്പോൾ ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിട്ടണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് 4 മണിക്ക് കട്ടൻ ചായ കൂട്ട് തിന്നാൻ വേണ്ടിയിട്ട്. മോൻ ഉണ്ടാക്കിയത് എടുത്ത് കഴിക്കുന്നുണ്ട്. പഴം പുഴുങ്ങിയത് മുട്ടയാവാൻ കഴിക്കുന്നുണ്ട്. മോള് പഴം മാത്രമേ കഴിക്കണുള്ളൂ. ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. എല്ലാവരും കഴിക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് തന്നെ. നിങ്ങൾ ഇതുണ്ടാക്കി കഴിച്ച് നോക്ക്. എന്നിട്ട് എന്താണെന്നുള്ളത് എന്നോടൊന്ന് പറയണേ. നല്ല ടേസ്റ്റാണ്.